الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അഥവാ വസിയത്ത് ചെയ്യാൻ. അള്ളാഹു അവന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. നമ്മൾ കാലിൽ ചെരുപ്പ് ധരിച്ചത് ഒരു അലങ്കാരത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അപ്പുറം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ചില ആളുകൾ ശക്തമായ ചൂടുന്ന സമയത്ത് നല്ല കൂളിംഗ് ആയ കണ്ണട വെക്കുന്നത് അവരുടെ കണ്ണിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നമ്മൾക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ മാത്രം ഇത്രയേറെ മനുഷ്യൻ ശ്രദ്ധിക്കുന്നുണ്ട് അവന്റെ എല്ലാ വിഷയത്തിലും. ചില നഗരങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ പാസ്സാകണമെങ്കിൽ ചില വർക്കുകൾ, ചില കോൺട്രാക്റ്റുകളൊക്കെ വർക്കൊക്കെ അവർക്ക് തുടങ്ങണമെങ്കിൽ സേഫ്റ്റിയുടെ കാര്യം ആദ്യം പാസ്സായി കിട്ടണം. അപ്പൊ ഇങ്ങനെ സേഫ്റ്റിക്ക് അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് മനുഷ്യർ. എന്നാൽ നോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സേഫ്റ്റിയാണ്. നമ്മളെ ഓരോ കാര്യത്തിൽ നിന്ന് തടുത്തു നിർത്താൻ ആവശ്യമായ ഒരു യഥാർത്ഥ പരിചയാണ് സൗമ് എന്ന് പറഞ്ഞ നോമ്പ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത് നോമ്പ് ഒരു പരിചയാണ്. ആ പരിശുദ്ധ റമളാൻ നമ്മുടെ പതിവാതിൽക്കൽ എത്തി എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ നോമ്പ് വരികയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂര്യൻ അസ്തമിച്ച് 26 സെക്കൻഡ് ചന്ദ്രൻ ഉണ്ട്, കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. 26 മിനിറ്റ് അവിടെ ചന്ദ്രൻ ഉണ്ട്, അപ്പോ കാണാൻ സാധ്യത ഉണ്ട്. അപ്പോ കണ്ടാൽ നോമ്പാവും എന്ന് ഉറപ്പുള്ള, നോമ്പാവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അപ്പൊ അത്രമാത്രം നമ്മളെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലേക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുങ്ങി നിൽക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ആ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. നോമ്പ് നമ്മൾ ആ മാസം കണ്ടു കഴിഞ്ഞാൽ, മാസം കാണണം. ലാ തസൂമു ഹത്താ തറൗ അൽ ഹിലാല, നിങ്ങൾ ഹിലാലിനെ കാണാതെ നോമ്പ് നോക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗ, നിങ്ങൾ അതിനെ കാണാതെ മുറിക്കരുത്. ഫഇൻ ഗുമ്മ അലൈക്കും ഫഖദിറു, ഇനി അതിനെ എന്തെങ്കിലും മേഘമൊക്കെ മൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ കണക്കാക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞ ആ ഒരു സാധ്യതയുടെ ദിവസമാണ് ഇന്നുള്ളത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാൻ,
അല്ലാഹുമ്മ അല്ലാഹുവേ ഞങ്ങൾക്ക് അലൈന അഹില്ലഹു അലൈന ബിൽ യുംനി വൽ ഈമാൻ ഞങ്ങൾക്ക് ഈമാനും അഭിവൃദ്ധിയും ഒക്കെ ഞങ്ങൾക്ക് ഈ ചന്ദ്രമാസത്തെ ഉദിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ, സമാധാനവും അതുപോലെ ഇസ്ലാമും ഒക്കെ സലാമത്തി വൽ ഇസ്ലാം ഇസ്ലാമും സമാധാനവും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. റബ്ബി വറബ്ബുക്കല്ലാഹ് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ എന്റെയും സത്താവായ അതായത് റഹ്മാനായ റബ്ബിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് എന്റെ സത്താവും സംരക്ഷകനുമായ റബ്ബും നിന്റെ ഈ നിന്റെ എന്ന് പറയുമ്പോൾ അവിടെ ആ വലീന മടങ്ങുന്നത് ആ ചന്ദ്രനിലേക്ക്. അപ്പം ആ ചന്ദ്രന്റെയും എന്റെയും നിന്റെയും ആ ചന്ദ്രന്റെയും സത്താവും സംരക്ഷകനുമായ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാനി വൽ ഇസ്ലാമി വസ്സലാമ റബ്ബി വറബ്ബുക്കല്ലാഹ് എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളത് കണ്ടു കഴിഞ്ഞു നമ്മളിപ്പോഴേ നമ്മുടെ മനസ്സിലുണ്ട് റമദാനായി കഴിഞ്ഞാൽ നോമ്പ് നോൽക്കണം എന്ന്. ആ ഒരു നിയ്യത്ത് നമുക്ക് വേണം. പക്ഷെ പലപ്പോഴും നമ്മൾ നിയ്യത്ത് തീരെ വെക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അതായത് റമദാനാണ് ആ നോമ്പ് എന്നല്ല, എനിക്ക് റമദാനിൽ നോമ്പ് 30 നോൽക്കണം എന്നുള്ള ഒരു നമ്മുടെ കരുതൽ, ആ കരുതലാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് എന്ന് പറഞ്ഞത്. അത് നമ്മള് ആ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ നമ്മുടെ മനസ്സിലേക്ക് കരുതണം. പറഞ്ഞു അല്ലെങ്കിൽ രാത്രി നോമ്പ് കരുതുകയാണെങ്കിൽ കരുതിയിട്ടില്ലെങ്കിൽ അവനാണ് രാത്രി നോമ്പിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവന് നോമ്പില്ല. ഒരു കരുതൽ നമ്മുടെ ഒക്കെ മനസ്സിൽ ഉണ്ടാകണം, നമുക്ക് സൂചിപ്പിക്കണം. പിന്നെ നമ്മൾ സുബഹിക്ക് മുമ്പ് തന്നെ ആ ഒരു നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല. സുബഹി ആകുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മള് രാത്രി കരുതാൻ പറഞ്ഞത്, ഇനി നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റ് ആ സുബഹി ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യം ഉണ്ടാവില്ല നോമ്പ് വെക്കണം എന്ന് നമ്മൾ കരുതിയാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ പറയണമെന്നില്ല, ഒന്ന് കരുതിയാൽ മതി. എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. അപ്പം നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിൽ ഒരു നിയ്യത്ത് കരുതൽ വേണം എന്നർത്ഥം. മറ്റൊന്ന്, അത്താഴം നമ്മൾ കഴിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് കൊടുത്ത ഒരു ബർക്കത്തുള്ള സമയമാണ് അത്താഴം കഴിക്കണം. പല ആളുകളും നേരത്തെ രാത്രിയൊക്കെ എന്ത് ചെയ്യും, നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് അത്താഴത്തിന് എഴുന്നേൽക്കാൻ കഴിയാത്തതുകൊണ്ട് രാത്രി 12 മണിക്കോ അല്ലെങ്കിൽ 1 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കിടക്കുക. അതിനേക്കാൾ ശ്രേഷ്ഠമായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അത്താഴത്തിന്റെ ബർക്കത്ത് കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അതിന്റെ തൊട്ട് മുമ്പ് പ്രവാചകൻ അതിൽ കൊടുത്ത സമയം, പ്രവാചകന്റെ അത്താഴത്തിന്റെ സമയം പറഞ്ഞത് പ്രവാചകന് അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്തെ സംബന്ധിച്ച് പറഞ്ഞത് അത്താഴത്തിനും ബാങ്കിനും ഇടയിലുള്ള സമയം അന്നഹും തസഹറു മഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ ഖാമു ഇല സ്വലാത്തി ഫഖുൽതു കം ബൈനഹുമാ ഖാല ഖദ്റു 50 ഔ 60 അത്ര യഅനി അൽ-ആയ ഒരു 50 or 60 ആയത്ത് ഓതുന്ന സമയം മാത്രമേ ഉള്ളൂ. അത്രമാത്രം അടുത്തിട്ടാണ് അവര് അത്താഴം കഴിച്ചിരുന്നത്. കാരണം അത്താഴത്തിൽ ബർക്കത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, അന്ന റസൂലുള്ളാഹി ഫളലുമാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബുകാരുടെയും നമ്മളുടെയും നോമ്പിനിടയിലുള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അക്കലത്തു വസ്സഹിൽ, ആ അത്താഴം കഴിക്കലാണ്. അസ്സഹൂർ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അസ്സഹൂർ അക്ലുഹു ബർക, നമ്മുടെ അത്താഴത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്താഴത്തിന്റെ ആ ഭക്ഷണം നിങ്ങൾ കഴിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. ഇനി അത്താഴത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം ഏതാ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറഞ്ഞത് കാരക്കാണ്. നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അത് കഴിക്കാവുന്നതാണ്. അതും നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അത്താഴം കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നർത്ഥം. അതുപോലെ നോമ്പിന്റെ
സമയം തുടങ്ങുന്നത് വരെ ഭക്ഷണവും, രാത്രി നോമ്പ് തുറന്നു കഴിഞ്ഞ് പിന്നെ സുബഹിക്ക് വരെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഒഴിവാക്കിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു തരത്തിലേക്കും നമ്മൾ മാറണം. അത് നമുക്ക് രാത്രി ഭക്ഷണവും മറ്റു ഹലാലായ സംഗതികളൊക്കെ അനുവദനീയമാണ്. പകലിൽ ഹറാമാണ്, എന്നാൽ രാത്രി ഹലാലാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ ഒരു ഏത് പകലിൽ നമ്മൾ സൂക്ഷിക്കുന്ന ആ സൂക്ഷ്മതയുടെ അതേ അളവ് തന്നെ രാത്രി ഉണ്ടാകും. രാത്രി നോമ്പൊന്നുമില്ലല്ലോ, അതൊന്ന് അടിച്ച് കയറ്റാം എന്നല്ല, നമുക്ക് രാത്രി നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് മാത്രം കഴിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കി തീർക്കണം എന്നർത്ഥമാണ്. അതുപോലെ നോമ്പിന്റെ പകലിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒഴിവാക്കണം. പ്രത്യേകിച്ച് സംസാരം. ശരിക്കും നോമ്പിലുള്ള സൗമ്യനെ പറ്റി പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞത് മറിയത്തിന്റെ സൗമാണ്. കാരണം അവര് പറഞ്ഞ ഇനി നദർത്തുൽ റഹ്മാനെ സൗം, ഞാൻ ഇന്ന് എന്റെ റഹ്മാന് സൗമിൽ നോമ്പ് അവൻ വിട്ടൂരാണ്. സംസാരമല്ല, സംസാരം കുറച്ചണം. അപ്പൊ സംസാരം നമ്മളും കുറക്കണം. ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുദു വലാ യസ്ഖദു ഫഇന്ന സബാഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സ്വാഇം. ഒരാരെങ്കിലും നിങ്ങളോട് തർക്കത്തിന് വന്നാൽ, നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ, നിങ്ങളോട് തട്ടിക്കാരാൻ വന്നാൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് സംസാരത്തിനും വിദഗ്ധണ്ട്, പ്രവർത്തനത്തിനും വിദഗ്ധണ്ട്, എല്ലാത്തിനും ഒരു വിദഗ്ധവും സ്വീകരിച്ചുകൊണ്ട് പോകണം. ഒരു തരത്തിലുള്ള മോശത്തരവും അസത്യവും അതുപോലെ ബഹളവും ഒന്നും നമ്മൾ നോമ്പ് കാലത്ത് ഉണ്ടാക്കാൻ പാടില്ല. ചിലപ്പോൾ ചില പള്ളികളിലൊക്കെ ചില തുടങ്ങുന്ന ചില ഒച്ചപ്പാടുണ്ടാണ്. ചില നോമ്പൊക്കെ തുടങ്ങാൻ, ചില നോമ്പ് തുടങ്ങുന്ന തന്നെ അഭിപ്രായ വ്യത്യാസവും മറ്റും മറിച്ചുള്ള ബഹളമയമായ ഒരു അവസ്ഥ. നോമ്പ് കാലത്ത് നമ്മൾ ആരോടും തർക്കിക്കാൻ പോകണ്ട, ശണ്ട കൂടാൻ പോകണ്ട, ബഹളമയമാക്കേണ്ടതില്ല എന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചു, ഓരോ നോമ്പുകാർ അവർക്ക് വിശപ്പല്ലാതെ മറ്റൊന്നും ലഭ്യമാകുന്നില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിവാക്കാത്തത് കൊണ്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നാം നോക്കുക. അപ്പം നമ്മൾ നോമ്പ് അത്താഴം കഴിച്ച് നോമ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇബാദത്തുകളാണ് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇബാദത്തുകളെ ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിച്ചോണ്ട് മുമ്പിൽ നിൽക്കുന്നത് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഇബാദത്തുകളിൽ ഖുശൂഅ് ഉണ്ടാകാൻ വേണ്ടി, ഖുശൂഇന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് റമദാനിന്റെ പകലുകൾ ചെയ്യാൻ പറ്റുന്ന നന്മകൾ എത്രയുണ്ടോ ആ നന്മകളൊക്കെ നമ്മൾ നിർവഹിക്കുക. പിന്നെ നോമ്പ് തുറക്കുന്ന സമയമാണ്. നോമ്പ് തുറക്കുന്ന സമയം ആ നോമ്പ് അതിന് സമയമായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാത്തിക്കണ്ട. നമ്മളൊരു വസ്വാസം ഉണ്ടല്ലോ, നമ്മൾ പോയിക്കോട്ടെ എന്ന് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണ്ട. നമ്മൾ സമയമായി കഴിഞ്ഞാൽ ആ അവ്വൽ സമയത്ത് തന്നെ നോമ്പ് തുറക്കുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അത് വൈകിപ്പിക്കുന്നത് പ്രവാചകന് ഇഷ്ടമില്ല. പ്രവാചകൻ പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യസാലു നാസു ബിഖൈർ മാ അജ്ജലു അൽ ഫിത്ര. ഉദ്ധരിക്കുന്നത് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം അങ്ങനെ ആകുന്ന കാലത്തോളം ആളുകൾ നന്മയിൽ ആയിക്കൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് തുറക്കാൻ നമുക്കൊന്ന് ധൃതിപ്പെടാം. നോമ്പ് തുറക്കുന്ന സമയത്ത് അല്പ പ്രാർത്ഥനയ്ക്ക് നല്ല ജവാബ് കിട്ടുന്ന സമയമാണ്. നമ്മൾ നോമ്പ് തുറക്കാൻ ഭക്ഷണങ്ങൾ കൊണ്ടുവച്ചാലും ആൾക്കാർ പരസ്പരം ഇങ്ങനെ സംസാരം നിർത്തിയിട്ട് ആ സമയം നമുക്ക് ഏറ്റവും സന്തോഷിക്കേണ്ട സമയമാണ്. അപ്പൊ ആ സമയത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പകലിൽ നേരത്തെ ഇബാദത്ത് പറഞ്ഞ പോലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കാം. നോമ്പ് തുറക്കുന്നത് ഏറ്റവും ഉചിതമായത് കാരക്കയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോമ്പ് തോൽക്കുന്നതും പ്രവാചകൻ കൊണ്ടാണ്, തുറക്കുന്നതും കാരക്ക കൊണ്ടാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നോമ്പ്
ഒരാൾ തുറപ്പിച്ചു കഴിഞ്ഞാലോ അയാൾക്കും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇഷ്ടം പോലെ പ്രതിഫലം ഉണ്ട്. ഒരു നോമ്പ് നോറ്റ ആൾ അതേ പ്രതിഫലം തുറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവനെന്താണ് അജിരിഹി, അവന്റെ അതേ പ്രതിഫലം ഇയാൾക്കുണ്ടെന്നാണ്. ആ നോമ്പുകാരന്റെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ആ നോമ്പ് തുറപ്പിച്ച ആൾക്കുണ്ട്. അതുകൊണ്ട് അതിലൊട്ടും കുറഞ്ഞൂല. ഒരു നിലക്കുള്ള പോരായ്മയും അതിൽ അള്ളാഹു വരുത്തൂല. നോമ്പ് തുറപ്പിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകണം. നോമ്പ് തുറക്കുമ്പോൾ ആ കാര്യമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന മറക്കരുത്. നമ്മൾ പറയണം, എന്റെ തൊണ്ട, എന്റെ ദാഹം ശമിപ്പിച്ച, എന്റെ തൊണ്ടയും എന്റെ ഞരമ്പുകളൊക്കെ നനപ്പിച്ച, എന്റെ പ്രതിഫലം ഉറപ്പിച്ച, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്റെ പ്രതിഫലം ഉറക്കും. ആ നിലക്കുള്ള പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നോമ്പിനെ നമ്മൾ അങ്ങനെ നോമ്പ് മുറിച്ചു കഴിഞ്ഞ് പിന്നീട് നമ്മള് അള്ളാഹുവിന്റെ രാത്രി കാലങ്ങളിൽ അള്ളാഹു ഒരു വിശ്രമ വേളയാക്കിയിട്ടാണ് വിശ്വാസികൾക്ക്, എല്ലാ മനുഷ്യർക്ക് അള്ളാഹു ആക്കിയത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പകലൊക്കെ നോമ്പ് വെച്ച് നല്ല ക്ഷീണാണ്. രാത്രി നോമ്പ് തുറന്ന് വേഗം അങ്ങാടി പോയിട്ട് പിന്നെ അങ്ങാടിയിൽ നിന്നിട്ടുള്ള എല്ലാ രീതിയിലും നമ്മൾ പങ്കെടുക്കണമില്ല. എല്ലാ വർത്താനത്തിലും അതിലല്ല. നോമ്പുകാരാണ് ബാങ്കൊടുത്ത് നോമ്പെടുത്ത് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വേഗം ഇശാഇന് വേണ്ടി നമ്മുടെ പള്ളിയിലേക്ക് എത്താം. പള്ളിയിലെത്തിയിട്ട് പിന്നീട് വീണ്ടും ഖുർആൻ പാരായണം, നമ്മൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ആ ഖുർആനുമായുള്ള ബന്ധം, അങ്ങനെ ഓരോന്നും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് തറാവീഹ് നമസ്കാരം, ഖിയാമുൽ ലൈൽ നമസ്കാരങ്ങൾ, അങ്ങനെ തുടങ്ങി റമദാനിൽ നമുക്ക് രാത്രി ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളിലും നമ്മൾ എന്താണ് അങ്ങനെ ഒരു ദിവസം മുമ്പാക്കി നോമ്പിനെ മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യണം. നമ്മൾ പരിശുദ്ധ റമളാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒരു റമളാൻ വരെയാണ് ആ നിലക്കുള്ള എല്ലാ ഉൾപ്പൊക്കെ നടത്തിയ ഒരു സന്തോഷത്തിന്റെ വാർത്ത അല്ല. നമുക്കറിയാം, കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയാണ് നമ്മൾ കേൾക്കുന്നത്. അത് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് മനുഷ്യന്റെ ഇച്ഛകൾക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത്ര സത്യാന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഷഹബാത്തുകൾക്ക് ഇഷ്ടമാക്കാൻ വേണ്ടി അള്ളാഹു അലങ്കരിച്ച ചില കാര്യങ്ങൾ. ആ അലങ്കരിച്ച കാര്യങ്ങളിൽ പെണ്ണ്, മക്കള്, അതുപോലെ പണം. നമ്മൾ ഇതൊക്കെ എടുത്തു എല്ലാ കൊലപാതകങ്ങൾ നടക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ നോക്കിയാൽ കാണാം, ഒന്നെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ മൂന്ന് വിഷയങ്ങളിലൂടെ മനുഷ്യൻ എന്ത് ചെയ്യണം, അത് ആ ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടി അതിലുള്ള മനുഷ്യന്റെ പോരായ്മ, ആ ശഹവത്തിൽ മനുഷ്യൻ കുടുങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് വരുന്ന പരിണിത ഫലങ്ങളാണ് പിന്നീട് അപമാനകരമായ പല അവസ്ഥകളും ഉണ്ടാകുന്നത്. വിഷ്ണു തന്നെ പറഞ്ഞു, ഉറപ്പാണ് അവർ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. എപ്പോ ഷഹബാത്തുകൾക്ക് പിന്നാലെ ഒരു മനുഷ്യൻ പോയാൽ അവൻ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും എന്ന് മാത്രമല്ല, എവിടെയാ അവൻ എത്തിപ്പെടുക അവൻ ദുർമാർഗത്തിലാണ്
ആണ് പിന്നിലെത്തിപ്പെടുക. ഈ ഷഹവാത്തുകളെ പിൻപറ്റി കഴിഞ്ഞാൽ ഉറപ്പാണ് അവൻ പിന്നീട് അനുഭവിക്കുന്നത് ദുർമാർഗത്തിന്റെ വഴികളായിരിക്കും. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇപ്പൊ രണ്ടാമത് കഴിഞ്ഞ് അഫാനെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണുന്നത് എന്താണ്? ഇത്തരം ദുർമാർഗത്തിന്റെ വഴികളിലേക്ക് പോയ, മാനസികമായി തളർന്നു പോകുന്ന, അല്ലെങ്കിൽ ലഹരിക്ക് അനുഭവപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ കാമുകിക്ക് വേണ്ടി ചെയ്യുന്ന, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികളിലേക്ക് മനുഷ്യൻ എത്തുന്നത് സ്വന്തം ഇച്ഛകൾക്ക് താല്പര്യമായി ദുനിയാവിലുള്ള അലങ്കാരം, ആ അലങ്കാരങ്ങൾക്ക് പിന്നാലെ പോകുമ്പോഴാണ്. എന്താ പരിഹാരം? ഇതിനെന്താ പരിഹാരം? ആ ഷഹവാത്തുകളെ പിടിച്ചതിനാണ്. ദുനിയാവിൽ നിൽക്കുമ്പോൾ ഈ ഷഹവാത്തുകൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മുന്നിലുണ്ട്. എന്നിട്ട് ആ ആയത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ഇത് ദുനിയാവിലെ വിഭവങ്ങളാണ്. ഇതൊക്കെ വിഭവങ്ങളാ, പരസ്യങ്ങളാ. പരസ്യം കൊത്തണ്ട. അല്ലാഹു പറഞ്ഞു ഇതൊക്കെ പരസ്യങ്ങളാണ്. ആ പരസ്യങ്ങളിൽ നിന്ന് നീ എന്ത് ചെയ്യണം? ആ ഹവയെ പിടിച്ചു നിർത്തിയിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ പഠിച്ചോനെ ഇതിന് മറുപടി പറയേണ്ടിയല്ലോ എന്ന ബോധത്തിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. മക്കളെ ആ ബോധത്തിൽ എത്തിക്കണം. നമ്മുടെ മക്കളെ ആ ബോധത്തിൽ, യുവാക്കളെ, യുവതികളെ നമ്മൾക്കെല്ലാവരും ആ ഒരു ബോധത്തിലേക്ക് എത്തിക്കുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരമില്ല. ഗവൺമെന്റ് സംവിധാനങ്ങൾ അന്തം വിട്ടിക്കണം, സമൂഹം അന്തം വിട്ടുക. എന്താ പരിഹാരം? മറ്റു പരിഹാരമുള്ളൂ. ഈ ഇച്ഛകളുടെ താല്പര്യങ്ങൾ, ദുനിയാവിന്റെ മോഹങ്ങളാ. ഈ മോഹങ്ങൾക്ക് പിന്നാലെ പോകാതെ ഇതിനെ പടച്ച ഒരു റബ്ബുണ്ട്, ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നേരായ മനുഷ്യരായി ജീവിക്കാൻ, മനുഷ്യരെ പരിവർത്തനത്തിന് വിധേയമാക്കുക എന്നതാണ് അതിന് പരിഹാരം. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പറ്റിയ ഒരു മാസം, അങ്ങനെ പരുവപ്പെടുത്തെടുക്കാൻ, ഒരു മനുഷ്യനെ മാറ്റാൻ പറ്റിയ അവന്റെ ഇച്ഛകളെ തിന്നാന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം അമിതമായി ആ രീതിയെ വരെ നമ്മൾ പിടിച്ചു നിർത്താൻ, പരിശീലിക്കാൻ. അങ്ങനെ ഇച്ഛകളെ പിടിച്ചു നിർത്താൻ പരിശീലനം നൽകുന്ന പരിശുദ്ധ റമളാനിലേക്ക് വരുമ്പോ കുടുംബസമേതം ഈ റമളാനിലേക്ക് വന്ന് വിശുദ്ധരായി മുന്നോട്ട് പോകാൻ നമ്മൾക്കൊക്കെ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൊണ്ടുപോയ എല്ലാ ചെറുതും വലുതുമാറ്റി അല്ലാഹു പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഒരുപാട് തെറ്റുകുട്ടികൾ വന്നുപോയ ആളുകളാണ്. ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടു പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. പരിശുദ്ധ റമളാൻ ഞങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ആ റമളാനിൽ ഇബാദത്തുകൾ ചെയ്യാനും, സൽക്കർമ്മങ്ങൾ ചെയ്യാനും, ഖുർആൻ പാരായണം ചെയ്യാനും, ദാനധർമ്മങ്ങൾ ചെയ്യാനും, മറ്റുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സും കഴിവും ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവിന്റെ പരിശുദ്ധ റമളാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്തും പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പടക്കം ഒഴിവാക്കി മനസ്സിനെ ശുദ്ധമാക്കി മുന്നോട്ട് പോകാം. അങ്ങനെ മനസ്സ് ശുദ്ധമാക്കി മുന്നോട്ട് പോകുന്ന ആളുകളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവിനെ നോമ്പ് നോക്കാനുള്ള ആരോഗ്യവും നിങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ രോഗങ്ങളിൽ നിന്നും നിങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് മുസ്ലിം ലോകം കടന്നു പോകുന്നത്. പരിശുദ്ധ റമളാൻ ആകുന്ന ഈ സന്ദർഭത്തിൽ ഒരു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും മുസ്ലിം സമൂഹത്തിനും ഉമ്മത്തിനും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പള്ളികളും അലങ്കരിച്ചു, എല്ലാ പള്ളികളും നമ്മൾ ഉഷാറാക്കുന്നുണ്ട് അള്ളാഹുവേ. ആ ഉഷാറാക്കുന്ന പള്ളികളിൽ ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളായി മാറി ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവിന്റെ ഭാര്യമാരുടെ, ഭർത്താക്കന്മാരുടെ, കുടുംബാംഗങ്ങളുടെ എല്ലാം കണ്ണു നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ജോലിയിലും ഏർപ്പാടുകളിലും ബിസിനസ്സിലും കച്ചവടത്തിലുമെല്ലാം ബർക്കത്തിന്, റഹ്മത്തിന് പ്രദാനം ചെയ്യണ റഹ്മാനെ. ചരിത്രം ഭരിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. استغفر الله.